നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലൈറ്റായി എനിക്ക് കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡാക്കണം. ആദ്യത്തെ പേര് നമ്മൾ ജനലിൽ തുറക്കുക. ഇന്നലത്തെ കുറച്ച് ചോറ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത്, വെള്ളയപ്പത്തിനുള്ള പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടാ. ഇതൊക്കെ പെട്ടെന്ന് അരച്ച് സെറ്റ് ചെയ്യണം. അങ്ങനെ രാവിലെ തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് ഞങ്ങൾ എണീച്ചത്. പിന്നെ കുണുക്കൽ ഉച്ചരിക്കലുള്ള ഗ്ലാസ് ചോറിൻ്റെ ഇത് തിക്കും തിരക്കും കൂട്ടി വെക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ കുറച്ച് നേരം വൈകി എണീച്ച്. അങ്ങനെ എണീച്ച് വന്നപ്പോൾ അന്വേട്ടം ബാത്റൂം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങലും കിച്ചണിൽ. ഇന്ന് പക്ഷേ ഞാൻ നേരത്തെ ഇറങ്ങി, അന്വേട്ടം ബാത്റൂമിൽ തന്നെ പല്ലേപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടിക്കേട്ടോ. അപ്പോൾ എന്നും അന്വേട്ടനാണ് കേട്ടോ എന്നെ ഈ നാളികേരം ചെരുകാനൊക്കെ സഹായിക്കണാണ്. ഇന്ന് ഞാൻ ചെരുകാൻ കേട്ടോ കഷ്ടപ്പെട്ട് ചെരുകാണ്, പണിയിലായിരുന്നു. അങ്ങനെ നമ്മളിന്ന് രാവിലെ അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കുഞ്ഞ് നാളികേരം ഇട്ടിട്ട് 1.5 മുറി നാളികേരം ചെരുകിയിട്ടു. പിന്നെ നമ്മൾ ഒരു പിടി ചോറ് ഇട്ടു. പിന്നെ നമ്മളിട്ടത് കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ ഈസ്റ്റ് ഇട്ടാ, പിന്നെ കുറച്ച് പച്ചരി ഇട്ടു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു തവണ അടിച്ച് മിക്സിയിൽ നല്ല മധുരം അടിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പമായിട്ടുള്ള തരി പാടില്ല. അങ്ങനെ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ആദ്യത്തെ കൂട്ട് അരച്ച് കൊടുന്ന് വെച്ചു കേട്ടോ. പിന്നെ രണ്ടാമത്തെ അരയ്ക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇടണം. അതിൻ്റെ ബാക്കിയുള്ള പച്ചരിയും ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അരച്ചുകൊണ്ട് ചെയ്തിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാം ഇടാനുള്ളതൊക്കെ ഇങ്ങനെ ആദ്യത്തെ ട്രിപ്പിൽ അരയ്ക്കുമ്പോൾ ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരച്ചു കൊടുന്നു, അത് മൂടി വെച്ചിട്ട്. പിന്നെ നമ്മൾ ഇന്നും ഗ്രീൻ പീസാണ് കേട്ടോ. ഞാൻ പൊന്നിനോട് ഇന്നലെ ചോദിച്ചാൽ എന്താ പൊന്നു നമുക്ക് നാളേക്ക് വെള്ളയപ്പത്തിന് കറി വേണ്ട, വെള്ളക്കടലയാണോ വേണ്ടത്, ചുവപ്പ് കടലയാണോ, മുട്ടക്കറിയാണോ വെച്ച് പറഞ്ഞു. ഗ്രീൻ പീസ് കറി മതി അമ്മാനും. അവിടെ പൊന്നിന് ഏറ്റവും ഇഷ്ടം ഗ്രീൻ പീസ് കറി വെള്ളയപ്പട്ട. അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു. പിന്നെ കുണിക്കുമ്പോൾക്ക് സ്നാക്സായിട്ട് കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ സലാഡുകൾ. അവൾക്ക് ഈ പുളി ഉപ്പിലിട്ടത് അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഐറ്റംസുകൾ, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെ എല്ലാതും, ഈ കുക്കുംബർ, ക്യാരറ്റ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുണിക്ക്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ കുണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മൂസമ്പി, അപ്പോൾ അതൊക്കെ ഞങ്ങൾ തലേദിവസം പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുക്കുംബർ എടുത്തു, നമ്മൾ നീളനായിട്ട് അരിഞ്ഞു. അങ്ങനെ ക്യാരറ്റും ഇതുപോലെ നീളനായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഒരു സലാഡ് പോലെ ആയിട്ട് കുണുക്കി കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്നാക്സിലേക്ക് കുറേശ്ശെ എല്ലാതും ഒരു 2-3 തരമായിട്ട് കുറേശ്ശെ ആയിട്ട് ആക്കാതെ വെച്ചിട്ട് ഇതൊരു സലാഡാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടെ. പിന്നെ നമ്മൾ കുറച്ച് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഉപ്പിട്ടു, 2 പച്ചമുളക് ചീഞ്ചേരിക്ക് ഇട്ട് കൊടുത്തു, ഒരു നേരിയ എരിവ് ഇറങ്ങി വരും. പിന്നെ ഒരു നാരങ്ങ, വലിയ നീരൊന്നുമില്ല, അപ്പോൾ ഒരു നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ഉണ്ട് കറക്റ്റാണ്, അതുകൊണ്ട് മൂടി വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ പാചമറ വൃത്തികേടായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തൊലിക്കാൻ. അപ്പോൾ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്തു. പിന്നെ കുണിക്ക് എന്നോട് പറഞ്ഞതെനിക്ക് സ്കൂളിലേക്ക് മൂസമ്പി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മൂസമ്പിയാണ് കേട്ടോ അടുത്ത സ്നാക്സ് ബോക്സിലേക്കുള്ള അടുത്ത പരിപാടി. മൂസമ്പി ഇങ്ങനെ കുഞ്ഞ് പീസ്, വീട്ടിലൊക്കെ ആകുമ്പോൾ വലിയ പീസാട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കടിക്കുമ്പോൾ മേത്ത് പോയാലും കുഴപ്പമില്ല. ഇത് സ്കൂളിൽ കൊണ്ടുപോകാനും കുഞ്ഞ് പീസുകളായിട്ട് കേട്ടോ മൂസമ്പി എടുത്തത്. അങ്ങനെ കുഞ്ഞ് പീസായിട്ട് ഒരു മൂസമ്പി. ഇന്ന് ഒരെണ്ണം കഴിച്ചു, ഇന്നേക്ക് ഒരെണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നാളെ സ്നാക്സിന് കൊണ്ടുപോയി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബേക്കറി ഐറ്റംസിനേക്കാളൊക്കെ കൂടുതൽ കുണിക്ക് ഇഷ്ടതാണ്. അതിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിടണം, മുളക് പൊടി ഇടണം. ഇത് രണ്ടും ആൾക്ക് മൂസമ്പി കഴിക്കുമ്പോൾ വേണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് പരട്ടി അത് സെറ്റ് ചെയ്ത് മൂടി കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഒന്ന് സെറ്റാവും. പിന്നെ ഞാൻ ഗ്രീൻ പീസ് കറിക്കുള്ള അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സബോള അരിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സബോള അരിഞ്ഞു, ഒരു 2 കുഞ്ഞ് സബോള അരിഞ്ഞു. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി കേട്ടോ, അതും അരിഞ്ഞിട്ടു കേട്ടോ. നമ്മൾ ഈ ഗ്രീൻ പീസ് കറിയിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കില്ല കേട്ടോ. ഞാനിത് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാത്തവരാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്താ വെച്ചാൽ വെള്ളയപ്പത്തേക്കും ചപ്പാത്തിക്കും നല്ല രസമാണ് എന്നിട്ട് ഈ ഗ്രീൻ പീസ് കറി. പുട്ടിലേക്കായിരുന്നു ടേസ്റ്റ് കേട്ടോ. പുട്ടിലേക്കും അപ്പം, ചപ്പാത്തി, ഇതിലേക്കൊക്കെ ടേസ്റ്റ് കേട്ടോ. ഇഞ്ചി ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. 4 വെളുത്തുള്ളി, 2 കുഞ്ഞ് സബോള, 2 കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട്. നമുക്കൊരു ഇങ്ങനെ ഒരു 5-10 പേർക്ക് കഴിക്കാനുള്ള അത്രയും കറി കിട്ടും കേട്ടോ. അങ്ങനെ ആ സബോള ഈ വെളുത്തുള്ളി ഒരുമിച്ച് മൂപ്പിക്കാട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചിട്ട് ബ്രബി എൻ്റെ ഇടയിൽ വന്നു നട്ട് പൊന്നു. അപ്പോൾ തന്നെ അതിലേക്ക് ഞാൻ 2 പച്ചമുളകും ചീന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് വാടി കുഴയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സബോള നമുക്കൊരു
ഒരു പകുതി സബോള വാടി കിട്ടിയുമ്പോഴേക്കും ഞാൻ എനിക്ക് 2 ടീസ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് ചേർത്തത്. മുളകിൻ്റെ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചും ഗ്രേവിക്ക് അനുസരിച്ചും നിങ്ങൾക്ക് ചേർക്കട്ടെ. പിന്നെ മല്ലിപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒന്നും ചേർക്കണില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് 2 തക്കാളി ഇട്ടു. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടും വേണം, നമ്മുടെ മുളകിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ കുത്തുമാറും വേണം. അപ്പോൾ അതുമായിരിക്കും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ കുത്തുപോയതിന് ശേഷം നമ്മളിത് വേവിച്ച് വെച്ച് ഗ്രീൻ പീസും അതിൽ ഒഴിച്ചു. ആവശ്യമില്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ കറിക്ക് ഇട്ടുള്ളൂ. നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടാണ്. ഇനി നമ്മൾ കുണിക്കിക്ക് കൊണ്ടുപോകാൻ സ്നാക്സ് ഒന്നും ആയിട്ടില്ല, നമ്മൾ സലാഡ് മാത്രമല്ല സെറ്റ് ചെയ്തിട്ടുള്ളൂ, ഇനി സ്നാക്സ് വേണ്ടേ. പിന്നെ ഞാനെന്താ വെച്ചാൽ പാത്രം അപ്പം മുഷിയത് അപ്പം കഴുകി വയ്ക്കട്ടെ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഇരട്ടി പണി. ഞാൻ ഓരോ ട്രിപ്പ് ഓരോന്നും ഉണ്ടാക്കി തരുമ്പോഴേക്കും ഓരോ തൊട്ടി പാത്രങ്ങളാവും. അപ്പോൾ അപ്പം അങ്ങനെ മോറി സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കണമെങ്കിലും സത്യത്തിൽ ഇതേ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു തരത്തിലൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് വെച്ചാൽ കുണിക്കിന് പോകണേക്കാൾ പിന്നെ ഏകദേശം എല്ലാം പണികളും കഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊരു നേന്ത്രക്കായ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. പിന്നെ നമ്മൾ ഇന്നലെ കൊള്ളിയും മുതിര വെച്ചതിൽ കുറച്ച് മുതിര ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു കുറച്ച് മുതിര ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുതിരയും ആ കായും കൂടി ഞാൻ കുക്കറിലിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോന്നിട്ടാ. കായ് ഇന്ന് വേവിച്ചു, അടുക്ക മുതിരയിട്ട് ഒന്ന് ഇളക്കിയപ്പോൾ മുതിരയും ചൂടായിട്ടാണ്. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചു നമ്മളിതിലേക്ക് കുറച്ച് ചീഞ്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് കടുകാണ് കേട്ടോ. ഈ കായ് ഉപ്പേരി വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും കടുക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ. അങ്ങനെ നമ്മൾ കടുക് പൊട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഇടുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മൊരിഞ്ഞ് വരും, ഒരുപാട് ബ്രൗൺ കളറാവണ്ട, എന്നാൽ ഏകദേശം അതൊന്നും മൊരിയും വേണം കേട്ടോ. ആ മൊരിച്ചതിൻ്റെ ഭാഗം വരയ്ക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് നന്നായി ഇങ്ങനെ ഇളക്കി വരുമ്പോൾ നമ്മൾ ഇട്ടുള്ളത് കുത്തിയ മുളകാട്ടോ. ഉപ്പേരിക്ക് എപ്പോഴും നല്ലത് കുത്തിയ മുളകാണ് കേട്ടോ. ഇത് ഞാൻ പറയണത് ചിലർ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒരു റെസിപ്പി പോലെ ഞാൻ കേട്ടോ പറയണത്. മുതിര വെള്ളത്തിൽ ഇടണം രാത്രിയാകുമ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട്, രാത്രിയാകുമ്പോൾ മുതിര വെള്ളത്തിലൊന്നും ഇടണം, രാവിലെ കഴിച്ച് കുക്കറിലിട്ടിട്ട് ഒരു 5-6 വിസിലടുപ്പിച്ച മുതിര വെന്ത് കിട്ടിയിട്ടാണ്. പക്ഷേ ഈ മുതിരയും കൊള്ളി ഇതൊക്കെ ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി വേറൊരു ടേസ്റ്റിലേക്ക് വരുന്നില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇന്നത്തെ കായ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നേന്ത്രക്കായും നല്ല മുതിരയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതും മീൻകറിക്കാട്ടോ കൂടുതൽ ഉപയോഗിച്ചു. പിന്നെ മീൻകറി ഇതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ചോറാണ്. മീൻകറി ഒരു അച്ചാറും മീൻ വറുത്തതും ഈ ഉപ്പേരിയും. അന്തസ്സിന്നാണെങ്കിൽ ഞാൻ മീൻ മേടിച്ചില്ല, അതാണ് ഇന്നുണ്ടായ ഒരു കാര്യം. അങ്ങനെ നമ്മുടെ ഉപ്പേരിയായിട്ടാണ്. അപ്പോൾ ഉച്ചത്തേക്കുള്ള പണി ഞാൻ സത്യം പറഞ്ഞത് രാവിലെ തന്നെ കുണിക്ക് സ്കൂൾ പണിക്കാരുടെ മുന്നേ നമുക്കുള്ള ഞാൻ വിചാരിച്ചു മീൻ മേടിച്ച് വറക്കാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ മേടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇനി ഉണ്ടാക്കുന്നത് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഉച്ചത്തേക്കുള്ള ഒരു മോരിക്കറി കേട്ടോ. മോരിക്കറിയാണ് കേട്ടോ നമ്മൾ ഉച്ചത്തേക്ക് ഇന്ന് കറി ഉണ്ടാകുന്നത്. മോരെന്ന് പറയട്ടെ നല്ല തൈരുള്ള കട്ട തൈര് കറി. എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ? എനിക്കിഷ്ടമുള്ള കറി അത്. കുണിക്ക് കുട്ടികൾക്കും കുണിക്ക് നല്ലോണം ഒഴിച്ചിട്ട് കഴിച്ചിട്ട് നല്ല കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തൈര് കറി ഇഷ്ടമാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ആരും വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് സബോള കേട്ടോ അരിഞ്ഞത്, അതിലേക്ക് നമ്മൾ കുഞ്ഞ് സബോള അരിഞ്ഞു. പിന്നെ 2 ചുവന്നുള്ളി അവിടെ ഇരിക്കണ അപ്പോൾ അതൊന്നും അരിഞ്ഞിട്ടു എന്ന് മാത്രമേ, അത് നിർബന്ധമില്ല. പിന്നെ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു വയ്ക്കാം കേട്ടോ. എന്താ വെച്ചാൽ അതും ഇങ്ങനെ ആ തൈര് കറിയിൽ ഇങ്ങനെ വെളുത്തുള്ളി സവോളയൊക്കെ ചോറിലൂട്ടി കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഒരു 3-4 അരിഞ്ഞു. പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് ഒരു 2 ഇങ്ങനെ ഒന്ന് ചെറുതാക്കി നീളനെ അരിഞ്ഞിടാം കേട്ടോ നമുക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യം തക്കാളി, കറിവേപ്പില, മുളക്, ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പ്രത്യേകിച്ച് പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കണമെന്നില്ല. പക്ഷേ ഒരു തൈര് കറിയും മുട്ട ഓംലെറ്റോ മീൻ വറുത്തുണ്ടെങ്കിൽ അടിപൊളിയിട്ടാണ് നമുക്ക് ചോറിനാണ്. ഒരു മീൻ വറുത്ത ഉണക്കിലൊക്കെ വറുത്തുണ്ടെങ്കിൽ സൂപ്പറായില്ലേ. പക്ഷേ നമ്മൾ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ തൈരുണ്ടല്ലോ അധികം പുളിയൊന്നും ഇല്ലാത്ത, അതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കേട്ടോ. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്തു, അതും ഇങ്ങനെ അരിഞ്ഞു വെച്ചു. പിന്നെ നമ്മളെന്താ പച്ചമുളക് ഒരു 2 കേട്ടോ നമ്മൾ ചീന്തിയിട്ട് വയ്ക്കുന്നത്. ഈ സൈഡിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ട പച്ചമുളക് ഇങ്ങനെ ഒരു 3 കഷ്ണമാക്കിയിട്ട് 2 എടുത്തുവിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. പക്ഷേ നമ്മൾ പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും കഷ്ണങ്ങൾ ചേർക്കണില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, ഓയിൽ, അതൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിക്കാം കേട്ടോ. അത് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ അടുത്തത് ഇടുന്നത് കടുകാണ് കേട്ടോ.
കടുക് ഇട്ടു, പിന്നെ ഉലുവ ഇട്ടു, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചു, അതിലേക്ക് വെളുത്തുള്ളി, സബോള, പച്ചമുളക്, കറിവേപ്പില ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടി കൊടുക്കട്ടെ. ഒരുപാട് ഇതേ പറഞ്ഞ പോലെ ഒന്ന് വാടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ആ സബോള ഇങ്ങനെ കടുകിടുന്ന് കടിക്കുമ്പോഴാണ് ടേസ്റ്റ്. അങ്ങനെ ഞാൻ വാട്ടിയില്ല, ഒരു 2 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയുള്ളൂ. അതിലേക്ക് ഞാൻ തക്കാളി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇനി തക്കാളി സബോള ഇതൊക്കെ കൂടി ഒരുമിച്ചൊന്ന് വാടി വരുന്നതോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് എന്താ പറയുക പൊടികളിടാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ തൈര് മിക്സിയിൽ ജാറിൽ ഒഴിച്ചു, അതിലേക്ക് ഉപ്പിട്ടിട്ട് അടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടത് ഉലുവപ്പൊടിയാണ് കേട്ടോ. പിന്നെ ആ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ 2 മണി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കുന്നതിനൊപ്പം കടുക് ഉലുവയും ജീരകം കൂടി ഒരുമിച്ചാണ് പൊട്ടിക്കുന്നത്, ഞാൻ പറയാൻ മറന്നു. പിന്നെ ഉലുവപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോടത്തോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് അരിച്ചേരണം. നമ്മൾ തൈര് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിയും. അങ്ങനെ നമ്മൾ അതൊന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് കറിയുടെ മുളകിൻ്റെ ഒക്കെ കുത്തുമാറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും കുണുക്കിക്കൊണ്ടുള്ള സ്നാക്സിന് ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. മൈദപ്പൊടി ഇട്ടു, അരിപ്പൊടി ഇട്ടു, പിന്നെ സോഡാപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എണ്ണ കുടിക്കാണ്ട് ഉള്ള പഴംപൊരി വേണം. മൈദ മാത്രം വെച്ച് ഉണ്ടാക്കിയ എണ്ണ കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് ഒരു 1/4 കപ്പിനോടത്തോളം, ഒരു 1/4 കപ്പ്, 1/2 കപ്പിനോടത്തോളം അരിപ്പൊടി ചേർക്കാം കേട്ടോ. അങ്ങനെ അരിപ്പൊടി ചേർത്തു. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റായി കേട്ടോ. തക്കാളി കുടഞ്ഞു. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ആ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി വെച്ചു, അല്ലെങ്കിൽ ഈ തൈര് പിരിഞ്ഞ് പോവും. അപ്പോൾ നമ്മൾ ഈ കറി കാണാൻ ഒരു ചന്തം ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ആ കറി കാണാൻ നല്ല ഭംഗിയും നല്ല തിക്കായിട്ട് നല്ല തൈര് കറി ആട്ടോ, നല്ല അടിപൊളി ഒരു തൈര് കറിയാണ്. അപ്പോൾ ഈ നമ്മളത് പഴംപൊരിയുടെ കൂട്ടൊക്കെ സെറ്റാണ്. മഞ്ഞൾപ്പൊടി ഇടരുത്, നമ്മൾ സോഡാപ്പൊടി ഇടാനും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ റെഡ് നിറമായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് കളറില്ല, അതൊരു തരി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എനിക്ക് പഴംപൊരി ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ചെറുതുണ്ടാക്കട്ടെ, അതാ ടേസ്റ്റില്ല കേട്ടോ. വലിയ പഴംപൊരിയൊക്കെ ഓരോ വായിക്കുള്ളൂ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഒരു നേന്ത്രപ്പഴം 3 പീസാക്കിയിട്ട് മുറിക്കും, എന്നിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ വേണ്ട കുറച്ച് ഓയിൽ മതി. പിന്നെ എന്താ വെച്ചാൽ അരിപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ ഒരു ഇഡ്ഡലി മാവ് ഇല്ലാത്തതാണ് ചേർക്കാൻ. അധികം പുളിയില്ലാത്ത ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ എണ്ണ കുടിക്കില്ല, അധികം എണ്ണ ചിലവാകില്ല. അങ്ങനെ നമ്മൾ ഒരു 1.5 പഴം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പഴംപൊരി ഉണ്ടാക്കിയെടുത്ത്. ഒരു പഴം കുണിക്കുന്നതാണ് കാർത്തൂന് പുഴുങ്ങി നെയ്യിൽ വണക്കി കൊടുത്തതിൻ്റെ പകുതി ഉണ്ടായിരുന്നു, അതും പിന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴം 3 മുറിച്ചിട്ട് പീസാക്കി അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇനി കുണുക്കന് കഴിച്ച് പോകാനുള്ള വെള്ളയപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളയപ്പം ഇത് ദോശയല്ലേ എന്ന് എല്ലാവരും പറയും, പക്ഷേ ഞങ്ങൾ വെള്ളയപ്പം ദോശത്തട്ടിലാണ് ഉണ്ടാക്കുന്നത്. നടു കുറച്ച് കട്ട് ചെയ്തിട്ട് സൈഡ് കുറച്ച് കനം കുറച്ചിട്ട് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം സെറ്റായിട്ട് കേട്ടോ. പിന്നെ ഞാൻ 2 ഉണ്ടാക്കിയിട്ട് ഉണ്ണുകൾക്ക് കഴിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ പോയി കുണുക്കിന് കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോഴേക്കും ഒന്നുകൂടി മാവ് സെറ്റായിട്ട്. ഇത് ഇപ്പോഴായാലും നിങ്ങൾക്ക് കണ്ടാറാം നിറയെ ഓട്ടോട്ടകൾ വന്നിട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. മാവ് ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കാത്തവരായിരുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല വെള്ളയപ്പാട്ടോ, നല്ല വെള്ളയപ്പം നാളികേരപ്പാലും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഇങ്ങനെ നമ്മുടെ കുണുക്കമ്മോൻ്റെ സ്നാക്സ് ബോക്സിൽ കുണിക്കുമോൾക്ക് സ്നാക്സ് ബോക്സിൽ 2 പഴംപൊരി വെച്ചു. പിന്നെ ഇതാണ് കുണിക്കുമ്പോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അല്ലേ കുണിക്കുമ്പോളെ? അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്യാരറ്റ് മൂസ് മാങ്ങ ഇതൊക്കെയാണ് എൻ്റെ കുണിക്കുമ്പോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റംസ് കേട്ടോ. നെല്ലിക്കു ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇനി എനിക്ക് തോന്നുന്നത് തേൻ നെല്ലിക്ക ഉണ്ടാക്കണം. ഞാൻ പുറത്ത് പോയി വരുമ്പോൾ നെല്ലിക്ക കണ്ടിട്ടാണ് മേടിച്ചോളൂ. നല്ല തേൻ നെല്ലിക്ക ഉണ്ടാക്കി ജാറിൽ അടച്ച് വയ്ക്കുക. ഇവിടെ അച്ഛനും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി വന്ന് കുണുക്കി കൊണ്ടാക്കിയതിന് ശേഷം ചായ കുടിക്കാൻ കേട്ടോ. പക്ഷേ ചായ കുടിക്കുമ്പോൾ ഞങ്ങളുടെ സംസാരം എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ വഴി കൂടെ പോകുമ്പോൾ എൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ട് ഒരു ബൈക്കിൻ്റെ ഇത് കൊണ്ടിട്ട്, അപ്പോൾ അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പണി നടക്കണം. അപ്പോൾ അവിടുത്തെ പണിക്കാർ 2 സൈഡിലും നിറച്ച് ബൈക്കുകൾ വയ്ക്കുക. അപ്പോൾ നമ്മൾ അവരോട് ഇന്നാൾ പറഞ്ഞിട്ടോ ഒരു സൈഡിലേക്ക് വെച്ചോളാം, എന്നാൽ നമുക്ക് ഒരു സൈഡിലൂടെ പോകാമല്ലോ. ഇവരോട് എത്ര പറഞ്ഞാലും ഇവർ 2 സൈഡിലും ബൈക്ക് വയ്ക്കും. അപ്പോൾ ഇന്ന് തോരഞ്ഞപ്പോൾ അന്യാണ്ട് ഒരു കലിപ്പൊക്കെ വന്നു, അന്യാൻ്റെ കാറും ഒരു ചെറിയ കോറിൽ വന്നപ്പോൾ അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അന്യേട്ടാ പറഞ്ഞിട്ട് വന്നാൽ പറഞ്ഞിട്ട് വേണ്ട പോട്ടെ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ട് നിങ്ങളൊരു സൈഡിലേക്ക് വണ്ടി വയ്ക്കുക, ഞങ്ങളുടെ വണ്ടി അപ്പോൾ സ്ക്രാച്ച് വീണു, ഇതിപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട്. അപ്പോൾ
എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ കളിയാക്കട്ടെ നെന്മയുള്ള കേരളം എന്നൊക്കെ പാട്ട് പാടിയിട്ട് കളിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ കുണുക്കുമ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് കുറച്ച് നേരം ഉറങ്ങി എണിച്ചിട്ട് ഒരു 5 മണി നേരത്തെ കുണുക്കുമ്പോനെ പഠിപ്പിക്കാതിരുത്തുന്നതായി കാണണം കേട്ടോ. കുണുക്കുമ്പോനെ പഠിപ്പിക്കാതിരുത്തണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. എല്ലാ അച്ഛനമ്മമാർക്ക് ഇങ്ങനെ കഷ്ടപ്പാടൊന്നും നിൽക്കാറില്ല, പക്ഷേ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് കരയണതായി കാണണം കേട്ടോ. പഠിക്കാത്തതിനോ ചീത്ത പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒന്നും അല്ലാട്ടോ എൻ്റെ മോൻ കരയണത്. അവൻ കളിക്കണോടത്ത് പഠിക്കാൻ വിളിച്ചതിനാണ് അവൻ ഇരുന്നിട്ട് മോങ്ങണത്. പട്ടി മോങ്ങണ പോലെ ഇരുന്ന് പട്ടിക്കുട്ടി മോങ്ങുക. ഞാൻ തലയ്ക്കായി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും വിட ഞാൻ ഇതിപ്പോൾ നല്ല ക്ഷമയുണ്ട് ഇപ്പോൾ എനിക്ക്. സത്യം പറഞ്ഞാൽ അന്നേട്ടനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ഇവൾക്ക് ഇത്ര അന്വേട്ടന് ദേഷ്യം അന്നേട്ടൻ ചീത്ത പറഞ്ഞിട്ട് ഉണക്ക് അധികം എന്തിനാ ഈ പഠിക്കാകുമ്പോൾ ഒന്നും പണ്ടൊന്നുമില്ല, പിന്നെ നീ എന്തിനാ കരയുടെ വെച്ചിട്ട് അന്നേട്ടോട്. പക്ഷെ അന്നേട്ട് ഇന്നെ നോക്ക് ഇവൾക്ക് ഇവിടുന്ന് ഇത്ര ക്ഷമ കിട്ടി. നോക്കിയിട്ട് ഉണ്ണിയോട് പറയല്ലേ ബേബിയുടെ സ്പെല്ലിങ് അതെന്താ ബേബികളാണ് അപ്പൊ ചീത്ത അല്ല എനിക്ക് കുറേ ഏറെ ക്ഷമ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് കുണുക്കനും കുഞ്ഞിനും കുഞ്ഞൊക്കെ പഠിപ്പിക്കുന്ന സമയത്തേക്ക് തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഘട്ടം വരെയൊക്കെ ഞാൻ പിടിച്ച് നിൽക്കും. അത് കഴിയുമ്പോഴാണ് എൻ്റെ ക്ഷമ വിടുള്ളൂ. അതുവരെയൊക്കെ ഞാൻ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിരുന്ന് കരുണയ്ക്ക് എഴുതാട്ടോടത്തേനാണ് ഇരുന്നാണെങ്കിലും ഹോംവർക്ക് ഇരുന്ന് എഴുതുന്നതിനാണ് ഇരുന്നും കരുണ. അവന് പഠിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ട്, പക്ഷെ അവൻ പഠിക്കണമെന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ അവന് കയറുള്ളൂ. അങ്ങനെ ഒരു കേസ് എൻ്റെ മോനുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരുപാട് വലിയ ലെങ്ത് വീഡിയോ ഷോർട്ട് വീഡിയോ കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ട്യൂഷൻ എടുക്കാൻ സൗകര്യം നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ആരെങ്കിലും ഉണ്ട് എൻ്റെ മക്കളെ ട്യൂഷൻ എടുക്കാൻ പറ്റുന്നുള്ള കുട്ടികൾക്ക് വന്നിട്ട് രാവിലെയോ അത് വൈകിട്ടോ എപ്പോഴാണ് ഏത് ടൈമായാലും കുഴപ്പമില്ല വന്നിട്ട് ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സാലറി എത്ര നിങ്ങൾ പറയണ വെച്ചാൽ ഞങ്ങൾ തരാൻ തയ്യാറാട്ടോ. എന്താ വെച്ചാൽ അവരെ പഠിപ്പിച്ചെടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കതായിരിക്കും എളുപ്പം. ഞങ്ങൾക്ക് ചീത്ത പറഞ്ഞു 4:30 മുതൽ ഒരു 6 മണി വരെ ഒക്കെ വേണം കേട്ടോ. ഒരു 6 മണി വരെ വേണം. എന്നാലും എന്താ വെച്ചാൽ അന്നന്ന് എടുക്കുന്നത് അന്നൊന്ന് പഠിപ്പിച്ചേനെ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മഹാലക്ഷ്മി റെൻ്റൽ ഓർണമെൻറ്റ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ ID ഞങ്ങളുടെ നമ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സാലറി കാരണമൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് സാലറി എത്താണെങ്കിൽ പറയാം, നമുക്ക് പറ്റണതാണെങ്കിൽ നമ്മൾ തരാം. നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ട, പക്ഷെ അവർക്ക് പഠിക്കാൻ കഴിവുണ്ട്. അപ്പോൾ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.